കോഴിക്കോട് നിന്നും രാവിലെ എത്തിയ ഒരു കൊലപാതക വിവരം. പാളയത്ത് നിന്നുള്ള സംഭവം. യുവാവിന്റെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. പുതിയ കോവിലകം പറമ്പ് നഗറിലെ ബിജുവാണ് കൊല്ലപ്പെട്ടത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നഗരഹൃദയത്തിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ തൊട്ടു പുറകുവശത്തായാണ് ബിജുവിന്റെ വീടുള്ളത്. വീടിനോട് ചേർന്നുള്ള ഒരു ഒറ്റ മുറിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബിജു താമസിക്കുകയായിരുന്നു. ഈ മുറിയോട് ചേർന്ന് തന്നെ തൊഴുത്തുണ്ട്. പശുക്കളെ പരിപാലിച്ചുമൊക്കെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് പശുവിനെ നോക്കുന്നൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും ബിജു എണീക്കാതിരുന്നതോടുകൂടി അമ്മ ബിജുവിനെ അന്വേഷിച്ചുകൊണ്ട് മുറിയിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മുറിക്കുള്ളിൽ ചോര വാർന്ന നിലയിൽ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ശരീരമാസകലം മുറിവുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴുത്തിലും അതോടൊപ്പം തന്നെ വയറിലുമാണ് ആഴത്തിലുള്ള മുറിവുള്ളത്. എന്തോ ഒരു ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏത് ആയുധമാണ് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. ബിജുവിന്റെ വീടിനോട് ചേർന്നൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ചില ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ കുറിച്ചുള്ള കൃത്യമായ വിവരം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബിജു പോലീസിന് കൈമാറിയിരുന്നു. ഇതിലെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പോലീസയ്ക്ക് കറക്കാൻ വേണ്ടി വിളിക്കാൻ പോയതാ. അപ്പോഴാണ് ഇങ്ങനെ ചോരയെ കുളിച്ചിട്ട് ചെയ്ത് ആരോ ഇത് ചെയ്തവനെ മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അടിച്ചിട്ടാലും ഞങ്ങൾക്ക് ബേജാറില്ലായിരുന്നു. 10 ദിവസം ആശുപത്രി കിടന്നാലും ഞങ്ങൾ നോക്കും. ഇങ്ങനെ കൊന്നിട്ട് അളഞ്ഞില്ലേ, ഞങ്ങൾ ഏട്ടനെ കൊന്നിട്ട് പോയില്ലേ. നഗരഹൃദയത്തിൽ സംഭവിച്ച ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ അത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിനോടകം തന്നെ ചില CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മർഡർ തന്നെയാണെന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പല ശല്യങ്ങളുണ്ട്. ഇത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണല്ലോ. പാളയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. ശാസ്ത്രീയ പരിശോധനയുടെ പ്രഥമ ദൃഷ്ട്യാ സ്റ്റാബ് ഇഞ്ചുറി ഉണ്ട്. അത് ഏത് ആയുധമാണ്, ഏത് തരത്തിലുള്ളതെന്നുള്ളതൊക്കെ ഞങ്ങളൊന്നും കൂടെ പോസ്റ്റ്മോർട്ടം മറ്റും കഴിഞ്ഞിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. വൈകാതെ തന്നെ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്യും. ഇതിനോടകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും.